നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ നമ്മുടെ ഒരു വലിയ ക്ലിയറൻസ് സെയിലാണ്. ഇന്നത്തേത് ചുരിദാർ സെറ്റിൻ്റെയാണ്. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എല്ലാ ദിവസവും ഒന്നുകിൽ ചുരിദാർ സെറ്റ് അല്ലെങ്കിൽ കുർത്തി ഇങ്ങനെ ഒരു 8-10 വെച്ച് ബാക്കിയുള്ളതിൻ്റെ കൂടെ ഓഫർ സെയിൽ അല്ലാത്തതിൻ്റെ കൂടെ കാണിക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞു നമുക്ക് പുതിയൊരു ഷോപ്പും കൂടെ വരാൻ പോവുകയാണ്. അപ്പോൾ തമ്പുരാൻ്റെ കൃപ കൊണ്ട് കിട്ടുന്ന വലിയൊരു സമ്മാനമാണ്. അപ്പോൾ അതിലേക്ക് അത് ഓപ്പൺ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതിനകത്തുള്ളത് കുറച്ച് നമ്മൾ എന്തായാലും ക്ലിയറൻസ് സെയിലിന് കൊടുക്കുന്നതേ ഉള്ളൂ. ഇത് പഴകിപ്പോയതോ ഡാമേജ് ആയതോ അങ്ങനെയൊന്നുമല്ല. പുതിയ ഒരു ഷോപ്പും കൂടെ ഓപ്പൺ ചെയ്യാൻ പോകുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കുറച്ച് ഒരുക്കങ്ങളുണ്ടല്ലോ, അതിൻ്റെ ഭാഗം അത്രേ ഉള്ളൂ. ഇപ്പം ഒരു പീസ് മിച്ചം വന്നതോ, ഇപ്പം ഒരു സെറ്റിനകത്ത് പല കളറുകൾ വരാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒത്തിരി റീസ്റ്റോക്ക് കൊണ്ടുവന്നിട്ട് മിച്ചം വരാം. അങ്ങനെയൊക്കെ വന്ന സാധനങ്ങളാണ് ഇപ്പം ക്ലിയറൻസ് ആയിട്ട് തരുന്നത്. ഇത് വലിയ ഓഫർ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് തന്നെയാണ്. ഇതിന് ഈ തരുന്ന ചുരിദാർ സെറ്റിന് ഇതിൻ്റെ കൂടെ സാരിയും കാണിക്കുന്നുണ്ട്. അത് ഡിസ്കൗണ്ട് സെയിലിലുള്ള സാരിയല്ല, നമ്മുടെ നോർമൽ സാരികൾ തന്നെ. അപ്പോൾ 2 ഐറ്റമാണ് ഇത് കാണിക്കുന്നത്. ഡിസ്കൗണ്ട് സെയിലുള്ള ചുരിദാർ സെറ്റും ഡിസ്കൗണ്ട് സെയിലൊന്നുമല്ലാതെ സാധാരണ നോർമൽ കുറച്ച് കോട്ടൺ അജ്രക്ക് പ്രിൻ്റ് ആണെന്ന് തോന്നുന്നു വരുന്ന സാരികളും. അപ്പം ചുരിദാർ സെറ്റിന് എക്സ്ചേഞ്ചോ റീഫണ്ടോ റിട്ടേൺ ഒന്നുമില്ല. കാരണം ഇത് ഡിസ്കൗണ്ട് സെയിലാണ്. അത്രയ്ക്ക് വാങ്ങിച്ചതിൻ്റെ പകുതി വില പോലും, നമുക്ക് കിട്ടിയതിൻ്റെ പകുതി വില പോലും ഇടുന്നില്ലാതെയാണ് ഇത് തരുന്നത്. കാരണം നമുക്ക് ഞങ്ങളുടെ ഷോപ്പിൽ വന്നിട്ടുള്ളവർക്കറിയാം ഇപ്പം സ്പേസ് ഇല്ലാതെ ഇരിക്കുകയാണ്. അപ്പം പുതിയ ഷോപ്പിലേക്ക് മാറുമ്പോൾ നമുക്ക് കൊണ്ടുവന്ന് നിറയ്ക്കണം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ആദ്യത്തെ ചുരിദാർ സെറ്റ് നല്ല പ്യുവർ കോട്ടൻ്റെ ചുരിദാർ സെറ്റാണ്. അതിൻ്റെ ഫ്രണ്ട് പോർഷൻ ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ. അകത്തോട്ടുണ്ട് കേട്ടോ, അകത്തോട്ട് ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട്. ഇത് ഓരോന്നിൻ്റെയും ലെങ്ത്തും വിഡ്ത്തും അതൊന്നും. ഇത് ബോട്ടം ഷോള് വന്നിട്ട് ഇത് ഷിഫോണിൻ്റെ ഷിഫോൺ അല്ല, ഇത് ഷിഫോണാണോ അതോ സോഫ്റ്റ് കോട്ടണോ? ഷിഫോണല്ലേ, ഷിഫോണിൻ്റെ ഷോള്. ഇതാണ് ഷോൾ. ഇത് ടോപ്പ്, ഇത് ബോട്ടം. ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് 820 രൂപയാണ്. ഇപ്പോൾ കൊടുക്കുന്ന 350 രൂപയ്ക്ക്. ഇത് ഒരു കോട്ടൺ ചുരിദാർ സെറ്റ്. ടോപ്പ് ഇത്, ബോട്ടം ഇത് അകത്ത് തന്നെയുണ്ട്. സെയിം ബോട്ടം അല്ല, കോൺട്രാസ്റ്റ് ബോട്ടം. ഇങ്ങനെ വരുന്ന ബോട്ടം. ഇതിൻ്റെ ലെങ്ത്ത് വിഡ്ത്ത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നോർമൽ ഉണ്ട് കേട്ടോ. നമുക്ക് ഭയങ്കര പൊക്കമുള്ളവർക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യേണ്ടി വരും എന്നെനിക്ക് തോന്നുന്നു, എനിക്കറിയത്തില്ല. അല്ലാത്തവർക്ക് പറ്റും. ഷോള് ചുമ്മാ ഷിഫോൺ ഷോള്, സിമ്പിൾ ഷോള്, ഒന്നുമില്ല, ഒട്ടും ഒരു ഇതും ഇല്ലാത്ത ചുമ്മാ സിമ്പിൾ പ്രിൻറ്റഡ് ഷോള്. ഈ ബോട്ടമായിട്ട് ചേരും. ഇത് കണ്ടോ, ബോട്ടം ഇത്, ടോപ്പ് ഇത്. ഇതിൻ്റെ വില എന്നാന്നറിയോ? വില നമ്മൾ നേരെ തയ്യാറെടുത്തൊന്നും അല്ല നിൽക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ നേരത്തെ വില 680 രൂപ, ഇപ്പോഴത്തെ വില 300 രൂപ. ഇനി ഒരു ചന്തേരിയുടെ മെറ്റീരിയലാണ്. ടോപ്പ് ഇത്, ഫ്രണ്ടിൽ ഇത് ഇങ്ങനെ വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. നിറച്ചും ബീഡ്സ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടോ, നല്ല ബീഡ്സ് വർക്ക് ചെയ്തിട്ടുണ്ട്. ബോട്ടം ഈ പീച്ച് ഷോള്, ഇതേ ഷിഫോണിൻ്റെ ഇങ്ങനത്തെ ലൈൻസ് ഉള്ള ഷോള്. ഇവിടുത്തെ വർക്ക് നല്ല ഹാൻഡ് വർക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഹാൻഡ് വർക്ക് അല്ലെങ്കിൽ എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുള്ള എന്താ കളറ്, ഒരു പീക്കോക്ക് ബ്ലൂ കളറ്. ഇതിൻ്റെ വില എന്ന് പറഞ്ഞിട്ട് 1100 രൂപയാണ് ഇത് കിടക്കുന്ന വില. ഇപ്പോൾ കൊടുക്കുന്ന 400 രൂപയ്ക്ക്. ഇതല്ല, ഇത് മാറ്റിയില്ലായിരുന്നോ? ടോപ്പ് ഷോള് മാത്രമേ ഉള്ളൂ. അത് പിന്നെ കാണിക്കായിരുന്നു. കുഴപ്പമില്ലല്ലേ. ഇതിന് ബോട്ടമില്ല, ടോപ്പും ഷോളും മാത്രമായിട്ടുള്ള സെറ്റാണ്. ഇതിൻ്റെ വിലയാണോ ഈ കിടക്കുന്നത്? വേറെ വിലയില്ലേ? ഇതല്ലാതെ വിലയില്ലേ?
ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് 620 രൂപ. ഇതാണ് ടോപ്പ്. ടോപ്പ് എന്ന് പറഞ്ഞാൽ കോട്ടൺ, സ്ലബ് കോട്ടൻ്റെ ഒരു ടോപ്പാണ്. നിറച്ചു ഇങ്ങനെ ഫുള്ള് ബോഡിയെ ഫുള്ളിങ്ങനെ എംബ്രോയ്ഡറി ചെയ്തിരിക്കുക. അത് ഫ്രണ്ടിൽ മാത്രമല്ല, ഫ്രണ്ടിലും ബാക്കിലും ഉണ്ട്. ഇത് കണ്ടോ, ഈ എംബ്രോയ്ഡറി വർക്ക് ഫുള്ള് ഇങ്ങനെ ഫ്രണ്ടിലും ബാക്കിലും ഉണ്ട്. അതിൻ്റെ ഷോള് നല്ല ഷോളാണ്, നല്ല നെറ്റിൻ്റെ ഷോള് ഉണ്ടോ, നല്ല ഷോളാണ്. 490 രൂപ. ഡെയിലി ഒന്ന് വീഡിയോ കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഓഫറിൽ നിങ്ങൾക്ക് കുർത്തി ഇപ്പം വീട്ടിലിടാനാണെങ്കിൽ പോലും, പുറത്ത് കൊണ്ടുപോകാൻ പറ്റിയാലും നല്ല, ഞാൻ പറയുന്നത് വീട്ടിലിടാനാണെങ്കിൽ പോലും ഈ കിട്ടുന്ന റേറ്റിൽ ഒരു കുർത്തി തയ്ക്കണമെങ്കിൽ നമുക്ക് എത്ര രൂപയാവുമെന്ന് മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി. അങ്ങനത്തെ കുർത്തികളാണ് കാണിക്കാൻ പോകുന്നത്. തയ്യാറായിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ സംശയം പറയുന്നത്. ഇത് നമ്മുടെ ജോർജറ്റിൻ്റെ ടോപ്പ്. ഇവിടെ യോക്ക് പാർട്ടിലുള്ള വർക്കാണ് ഈ കാണുന്നത്. യോക്ക് പാർട്ട് ഫുൾ ഇങ്ങനെ ഒരു വർക്ക്. ഇത് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ്, സാൻഡോണിൻ്റെ ബോട്ടം. ഷോള് ചുമ്മാ ഷിഫോൺ ഷോള്. എൻ്റെ വില തപ്പിയെടുക്കല പാട്, വിലയില്ലല്ലോ. വില ഇല്ലാതെ വന്നു തന്നെ ഒരു സാധനം വിൽക്കാൻ വെച്ചാൽ വില കാണണമല്ലോ. ഇതല്ലേ 875 രൂപയാണ്, ഇപ്പം 400 രൂപ. ഇതേ നല്ല റയോണിൻ്റെ തീരെ അങ്ങ് ഒരുമാതിരി ഈ ഉള്ളിത്തൊലി പോലെ ഇരിക്കുന്ന മെറ്റീരിയൽ അല്ല. അത്യാവശ്യം നല്ല കട്ടിയൊക്കെയുള്ള, നല്ല ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്കൊക്കെ സുഖകരമായിട്ടുള്ള മെറ്റീരിയൽ. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഓഫറിനൊന്നും എടുത്ത് വെക്കേണ്ട കാര്യങ്ങളില്ല. പിന്നെ ഒരു പീസൊക്കെ ഇതിൻ്റെയൊക്കെ എല്ലാത്തിൻ്റെ ഒറ്റ പീസേ ഉള്ളൂ കേട്ടോ, ഒന്നും കൂടി ഇല്ല. അതുകൊണ്ട് ഓർക്ക് ഈ 10 എണ്ണം കാണിക്കുന്നുണ്ട്, ഈ 10 എണ്ണം ഉള്ളൂ. 11 ഇത് വീണ്ടും ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇല്ല. അങ്ങനെയാണിത്. അപ്പോൾ ഓരോ പീസൊക്കെ മിച്ചം വന്നത്, ഇതിനൊക്കെ പല കളറിൽ വരുവേ. അപ്പോൾ ആ കളറൊക്കെ തീർന്നു പോയിട്ട് മിച്ചം വന്നത് ആണ് സാധനം. ഇത് 890 ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ്. ഇപ്പോഴത്തെ വില 500 രൂപ. അതായത് നല്ല റയോണിൻ്റെ ടോപ്പ്, ഷോളിത്, ബോട്ടം. ഇത് ഒരു കോഫി മെറൂൺ കളറാണ് ഈ ഒരു ടോപ്പേ കൂടെയുള്ള പ്രിൻ്റ്. അത് തന്നെ ഷോള് ആംഗ്യ ഭാഷ എന്നോട് കാണിക്കുക അല്ലേ. നിന്നോട് എന്നോട് ആരാണ്ട് പറഞ്ഞു, വിദ്യ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടോപ്പ് വലിച്ചിടരുത്, ബോറാണ്. എൻ്റെ ചേച്ചി താന്ന് പോയി, ഞാൻ പിന്നെ എന്നെ ചെയ്യും. ഞാൻ ഈ ഓൾട്രേഷൻ ചെയ്യാതാണ് പല കുർത്തി എടുത്തിടുന്നത്. പിന്നീടാണ് ഓൾട്രേഷനൊക്കെ ചെയ്യുന്നത്. അപ്പം വന്നു കഴിയുമ്പോൾ എനിക്ക് കംഫർട്ടാന്ന് തോന്നുന്ന കുർത്തി എടുത്തിട്ടുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഈ കഴുത്തൊക്കെ നമ്മൾ ഓൾട്ടർ ചെയ്യാത്തതുകൊണ്ട് ചിലപ്പോൾ ഇറങ്ങിപ്പോവുക, അതുകൊണ്ട് ചെയ്യുന്നതാണ്. പറഞ്ഞു തന്നതിന് താങ്ക്സ് കേട്ടോ. ആരാന്ന് എനിക്ക് ഓർമ്മയില്ല, ഞാൻ എപ്പോഴോ കണ്ടതാണ് ഒരു മെസ്സേജ് കിടക്കുന്നത്. ഇതൊരു ടോപ്പ് കേട്ടോ. ടോപ്പ് ഇത് ചുമ്മാ ഒരു വർക്ക്. ഇതിപ്പോൾ ഒരു സെമി ചന്തേരിയുടെ ഒരു മെറ്റീരിയൽ, കോട്ടൻ്റെ ബോട്ടം, ഷോള് വന്നിട്ട് ഇത് ഷോള് നല്ലതാണ് കേട്ടോ. ടോപ്പ്, ബോട്ടം ക്രീം ബോട്ടം. ഇതിൻ്റെ കളറെന്ന് പറയുമ്പോൾ ഒരു വടാമുല്ലയുടെ ഡാർക്ക് ഷെയ്ഡ് വരുന്ന കളറ്. ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് 650 രൂപ. ഇപ്പോഴത്തെ വില 350 രൂപ. ഇത് ടോപ്പ് ചന്തേരിയുടെ ടോപ്പാണേ. മടക്കി വെച്ചേക്കുന്ന രീതി ശരിയല്ല, അതുകൊണ്ട് ഞാൻ മൊത്തം മുറുക്കേണ്ടി വന്നേ. ഇതാണ് ഈ സൈഡ് പോർഷനിൽ, ഇത് ഇച്ചിരി ഒന്ന് സൂം ചെയ്യണേ. സൈഡ് പോർഷനിൽ ഇങ്ങനെ ഉണ്ടോ, ബീഡ്സ് വെച്ച് നല്ല വർക്ക് ചെയ്തിരിക്കുക. സെൻറ്ററിൽ ഇങ്ങനെ ഇങ്ങനെ ലൈനിങ് ഇട്ട് തയ്ക്കണം. ലൈനിങ് ഉണ്ട്, വേറെ ഇടണ്ട, ലൈനിങ് ഇതിൻ്റെ കൂടെ ഉണ്ട്. ഇത് വിത്ത് ലൈനിങ് ആണ്. ഇതാണ് ഇതിൻ്റെ ബോട്ടം, ഈ ഒരു യെല്ലോ ഷെയ്ഡ്. ഷോള് വന്നിട്ട് ഇത് ഷിഫോൺ ഷോള് കണ്ടോ. 1100 രൂപയാണ് ഇട്ട കിടക്കുന്നത്. ഇപ്പോഴത്തെ വില 500 രൂപ. ഇനി അതുപോലത്തെ തന്നെ ചന്തേരിയുടെ ക്രീം ലൈനിങ് ആണേ.
ചന്തേരിയുടെ തന്നെ വേറൊരു മെറ്റീരിയൽ. ഇത് ഞാൻ പിന്നെയും പറയാം, നീളം വീതി വണ്ണം പൊക്കം നമ്മൾ ഓരോന്നിനൊന്നും അളന്നൊന്നും നോക്കിയിട്ടില്ല. വലിയ വണ്ണം പൊക്കമൊക്കെ ഉള്ളവർക്ക് ജോയിൻ ചെയ്യേണ്ടി വരും. അതിൽ കമ്പനി ഉത്തരവാദിയല്ല. നമ്മളിത് അതുപോലെ റേറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഓൺ ഇഷ്ടത്തിൽ മീൻസ് നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിൽ നോക്കി വാങ്ങുക. പിന്നീട് ഇത് റിട്ടേൺ റീഫണ്ട് അങ്ങനത്തെ യാതൊരു സംഭവങ്ങളും ഇല്ല. കാരണം ഞാൻ പറയില്ല, കിട്ടിയ വില ഈ വിലയ്ക്കൊന്നും ഈ ഇതൊന്നും കിട്ടത്ത് പോലുമില്ല. പിന്നെ അങ്ങനെ നമുക്കത് പറ്റില്ല. അതുകൊണ്ട് മാത്രം പറയുന്ന കേട്ടോ, ഓർക്കല്ലേ. ഒരു യെല്ലോ ഷെയ്ഡ്, എന്നിട്ട് ഇങ്ങനെ ഇതേ ഇവിടെ ഒരു സെൻട്രലായിട്ട് വരുന്ന ഒരു ഹാൻഡ് വർക്ക്. ലെങ്ത് ഒരു 46 ഇഞ്ച് ലെങ്ത്തൊക്കെ കിട്ടും. പക്ഷെ വിട്ടുണ്ട് ഇങ്ങനെ ഇവിടെ ഒരു യോക്ക് പോലെ വെച്ചിട്ട് ചെയ്യുവാണെങ്കിൽ സുഖമായിട്ട് ചെയ്യാം. പിന്നെ ഇത് ടോപ്പ്, റെഡ് കളർ ബോട്ടം, ഇതിന് ലൈനിങ്, ഇത് മറ്റേ ഷോള്. മറ്റേ സാധനം എന്നെ ഉദ്ദേശിച്ച ഷോളെന്ന് പറയാൻ വന്ന ഷോള് 500 രൂപയല്ലേ ഇതിൻ്റെ മുമ്പിലത്തെ അതിന് പറഞ്ഞേ. സെയിം ആ റേറ്റ്. ഞാൻ എപ്പോഴും നോക്കണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഈ ബോട്ടം സഹിതം അല്ല, എൻ്റെ പേരിന് ലൈനിങ് സഹിതം വന്നോണ്ടേ. ഇനി ഹക്കോബായുടെ പോലത്തെ ഒരു മെറ്റീരിയലാണ്. ഇതിങ്ങനെ ഒരു ഡബിൾ ഷെയ്ഡായിട്ടാണ് വരുന്നത് കേട്ടോ. ഇത് മനസ്സിലാക്കണേ, അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കും മനുഷ്യർ. ഇതുണ്ടോ, ഇങ്ങനെ ഇവിടേക്ക് ഗ്രീൻ വന്നിട്ട് കാണിക്കുന്നുണ്ടോ? അത് ഇവിടെ ഡാർക്ക് ഗ്രീൻ വന്നിട്ട് താഴേക്ക് വരുമ്പോൾ അതങ്ങ് ലൈറ്റ് ഷെയ്ഡായി പോവുക. ഇതുണ്ടോ, ഹക്കോബായുടെ പോലത്തെ മെറ്റീരിയലാണ്. കോട്ടൺ എന്ന് പറയാൻ പറ്റത്തില്ല, എന്തോ ഒരു എനിക്കിതിൻ്റെ ഈ റബ്ബർ പ്രിൻ്റ് പോലെ ഇങ്ങനെ ഒരു ഡിസൈൻ ചെയ്തിരിക്കുക. നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. ഇത് കണ്ടോ, ഇങ്ങനെ ഒരു മെറ്റീരിയലാണ്. പ്യുവർ കോട്ടൺ ആണെന്നോ ചോദിച്ചാൽ പ്യുവർ കോട്ടൺ അല്ലെന്ന് തോന്നുന്നു. കോട്ടണും കൂടെ കൂടിയതാണ്. ബാക്ക് പോർഷൻ ഇങ്ങനെയല്ല, ബാക്ക് പോർഷൻ കോട്ടൺ തന്നെ. ഇത് കണ്ടോ, ഈ ഒരു പ്യുവർ കോട്ടൺ തന്നെ. ഇങ്ങനെയാണ് ആ മെറ്റീരിയൽ ഇരിക്കുന്നത്. അതായത് കൈക്ക് ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ, എന്നിട്ട് കൈ സൈഡിൽ നിന്ന് വെട്ടിയെടുക്കാനായിരിക്കാം അങ്ങനെ കൊടുത്തിരിക്കുന്നത്. ചിലതൊക്കെ അങ്ങനെ വരുന്ന കാണാമല്ലോ. ബോട്ടം ഇത് ഗ്രീൻ തന്നെ, ആ ഒരു ഗ്രീൻ തന്നെ ബോട്ടം. ഷോള് ചുമ്മാ ഷിഫോൺ ഷോള്. വേല കണ്ടായിരുന്നോ അടിയിലോ? 739 രൂപ ഇപ്പോൾ ഇത്തേ കിടക്കുന്ന. ഇതിൻ്റെ ഇപ്പോഴത്തെ വില 380 രൂപ. ഇത്രയേ ഉള്ളൂ ചുരിദാർ സെറ്റ്, ഇത്രയേ ഉള്ളൂ. 10 ആയോ? ഇന്നത്തെ 10 തീർന്നു. ഇനി അടുത്ത ദിവസം വേറെ 10 കാണി. ഇന്നെനിക്കറിയാം എല്ലാവർക്കും ഒന്നും കിട്ടത്തില്ല, 10 ആയേ ഉള്ളൂ. അപ്പം വിഷമിക്കേണ്ട, അടുത്ത ദിവസം വീണ്ടും കാണിക്കാം. ചുരിദാർ സെറ്റോ കുർത്തിയോ ഒക്കെ കാണിക്കാം. നമ്മുടെ സാരി ഇത് ഡിസ്കൗണ്ട് സെയിലൊന്നുമല്ല, ഇത് നമ്മുടെ നോർമൽ കോട്ടൺ സാരി, അജ്രക്ക് പ്രിൻ്റ്, നല്ല കോട്ടൺ സാരിയാണ്. ഇങ്ങനെ കോട്ടൺ സാരികൾ ഇഷ്ടമുള്ളവർ വാങ്ങിക്കുക. ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. ബ്ലൗസ് ചാടി വന്നോ നോക്കിക്ക്. ബ്ലൗസിനെ കാണുന്നില്ല. ഇതിൻ്റെ ഈ മോഡൽ വരുന്നതിനെല്ലാം ബ്ലൗസ് ഇല്ലയോ? ഞാൻ ചോദിക്കുന്നത് നിങ്ങളാരും കേൾക്കുന്നില്ലേ? അവിടെ വേറെ പരിപാടിയാണ്. ബ്ലൗസ് ഒന്നും നോക്കി. ഇത് ബ്ലൗസ് ഇത്ര തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ? കണ്ടോ, എത്ര ചോദിച്ചിട്ട് മിണ്ടാ നിൽക്കുകയാണേ. ഇത് കേട്ടോ, ഇതാണ് മുന്താണി കേട്ടോ. നല്ല ഉണ്ടല്ലോ, 6 ആഗ് പ്രിൻ്റ്. ബോഡിയെ ഫുള്ള് ഇങ്ങനെ 6 ആഗ് പ്രിൻ്റ്. നല്ല രസമാണ് കേട്ടോ, നല്ല വൃത്തിയുള്ള സാരിയാണേ. കോട്ടൺ, പ്യുവർ കോട്ടൺ. ഇത് സ്റ്റാർച്ച് ചെയ്യുകയോ സ്റ്റാർച്ച് ചെയ്യാതിരിക്കുകയോ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. മുന്താണി വന്നിട്ട് ഇങ്ങനത്തെ സാരികൾക്കെല്ലാം ഉണ്ടല്ലോ ഇങ്ങനെ കട്ട് ചെയ്താണ് ബ്ലൗസ് വരുന്നത് കേട്ടോ. ഇത് നമ്മൾ കട്ട് ചെയ്യുന്നതല്ല, ചില ചുരുക്കം ആൾക്കാർ ഒരു പരാതി പറയുന്ന പോലെ വരും, ബ്ലൗസൊക്കെ കട്ട് ചെയ്താണ് വന്നതെന്ന്. ബ്ലൗസ് കട്ട് ചെയ്താണ് വരുന്നത്. ഞങ്ങൾ കട്ട് ചെയ്ത് നമുക്ക് എന്തിൻ്റെ കേടാ, ചുമ്മാ ഇരുന്ന് സാരിയൊക്കെ തുറന്ന്. അത് ഈ ഒരുമാതിരി ഫോൾഡിങ്ങിനാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ബ്ലൗസ് എടുത്തിട്ട് കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് അങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ബ്ലൗസ്. ഇതിൻ്റെ കളർ ഇപ്പോൾ വന്നിട്ടേ ഒരു ഗ്രേ ഷെയ്ഡാണ് അല്ലേ, ഗ്രേയുടെ ഒരു ഷെയ്ഡാണിത്. ബോഡിയിലാണെങ്കിൽ ആ ഗ്രേയും മെറൂണും നേവി ബ്ലൂ എല്ലാം കൂടെ കൂടി നമ്മുടെ നോർമൽ ഡെയിലി വെയർ സാരി, നല്ല നല്ല കോട്ടൺ സാരി, ഇപ്പം ഇടാൻ പറ്റുന്ന സാരി, ഇപ്പോഴത്തെ
കാലാവസ്ഥയ്ക്ക് പറ്റുന്ന സാരി. അതിൻ്റെ 4 കളറാണ് ഉള്ളത്. അടുത്ത കളറ് അജ്രക്ക് പ്രിൻ്റ് ആണെല്ലാം. അജ്രക്ക് പ്രിൻ്റ് സാരികൾക്കേ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണല്ലോ. ബ്ലൗസ് ചാടിയിട്ടുണ്ട്, ഞാൻ കണ്ടു. ഇതാ മുന്താണിയാണ്, ഈ മുന്താണിയുടെ പാർട്ടാണിത്. കണ്ടോ, മുന്താണിയുടെ പാർട്ട് ഇത്. ബോഡി നേരെ ഇങ്ങനെ ഇരിക്കും. ബോഡി സിക്സാഗാണ്, അതുകൊണ്ട് തന്നെ നല്ലൊരു ഭംഗിയാണ്. ഈ മെറൂണ്, ബ്ലൂവ്, ബ്ലാക്ക് ഇങ്ങനെയുള്ള കളറുകൾ. ഈ ഒരു ഇൻഡിഗോ കളറാണ് ബ്ലൗസിന്, അതിൽ പ്രിൻറ്റും ആയിട്ട്. ഇനി അടുത്തത് ഒരു ഒലീവ് ഗ്രീൻ ഷെയ്ഡ്. അത് തന്നെ, വ്യത്യാസമൊന്നുമില്ല, കളറുകളിൽ മാത്രമേ ഉള്ളൂ വ്യത്യാസം. മുന്താണി വന്നിട്ട് ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ വരും മുന്താണി. നല്ല നീളമുണ്ട് മുന്താണി, ഒത്തിരി കൂടിയ ഏറിയയിൽ, അതായത് ഒരു ഇവിടം തൊട്ടേ മുന്താണിയുടെ ഒരു ഇത് വരും. ബോഡി ഇങ്ങനെ, ബ്ലൗസ് ഇങ്ങനെ. ബ്ലൗസിന് ബോർഡർ ഇല്ല, ഒരു പ്രിൻ്റ് ഉള്ളതുകൊണ്ട് ബോർഡർ ഇല്ല. കണ്ടോ, നല്ല ഭംഗിയല്ലേ. നല്ല ഉടുത്ത് വെച്ചാലുണ്ടല്ലോ. ഇത് പിന്നെ കോട്ടൺ സാരി പറയണ്ടല്ലോ അല്ലേ. നമ്മൾ ഉടുത്ത് ഇങ്ങനെ പിടിച്ച് പ്ലീറ്റ്സ് ഒക്കെ അങ്ങിട്ട് വെച്ച് കഴിയുമ്പോൾ അവിടെ ഇതാ ബ്ലൗസ് മിസ്സാകല്ലേ. അടുത്തതും ഒലീവ് ഗ്രീൻ്റെ പോലത്തെ ഒരു ഷെയ്ഡാണ്. ഇതിൽ മെറൂണും കൂടെ കൂട്ടി വരുന്നുണ്ട്. അവത്തേൽ ബ്ലൂവും ഗ്രീനും ആയിരുന്നു വരുന്നത്. ഇതിന് വേണ്ടിയിട്ട് മെറൂണും കൂടെ കൂട്ടി വരുന്നുണ്ട്. മുന്താണി വന്നിട്ട് ഇങ്ങനെ, ബ്ലൗസ് ഇങ്ങനെ, ബ്ലൗസ് കോൺട്രാസ്റ്റ്. അപ്പോൾ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. ഇന്ന് സാരി വളരെ കുറച്ചാണ് കാണിച്ചത്. കുർത്തി ചുരിദാർ സെറ്റാണ് കൂടുതൽ കാണിച്ചത്. കുറച്ചും കൂടെ സാരിയോ കുറച്ചും കൂടെ ചുരിദാർ സെറ്റോ വേണമെങ്കിൽ കാണിക്കാമായിരുന്നു, എടുത്ത് വെച്ചിരുന്നെങ്കിൽ കാണിക്കാമായിരുന്നു. സാരില്ല, സമയമുണ്ടല്ലോ. കട്ട് ചെയ്യണോ എന്നത്? ഞാൻ പറയുന്നതല്ല, ഇവിടെ ഒന്ന് വിളിച്ച് പറയും. ഇവരെന്നോട് പയ്യെ പറയും, നമുക്ക് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം. ഞാനതല്ല, ഇവിടെ ഒന്ന് വിളിച്ച് പറിച്ചില്ലാന്നാണ് ഇവിടെ നിന്നുള്ള പരാതി. എനിക്കിതൊന്നും അറിയത്തില്ലോ. ഈ കഥകൾ ഈ നാട്ടിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്കിതെന്താ അല്ലേ, നമ്മൾ പാവം ഉറങ്ങുമ്പോഴാണ്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. നമുക്ക് വാട്സപ്പ് മെസ്സേജ് അല്ലെങ്കിൽ വാട്സപ്പ് കോള് വഴി നമ്മുടെ ഈ നമ്പറിൽ, സ്ക്രീനിൽ കാണുന്ന നമ്പറിലാണ് നിങ്ങളുടെ ബുക്കിംഗ് നമ്പർ. വാട്സപ്പ് മെസ്സേജ് അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും മെസ്സേജ് അയച്ചോ, വോയിസ് മെസ്സേജ് ആയിട്ടോ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും അയച്ചോ. ഈ നമ്പറിൽ നമ്മൾ കോള് എടുക്കില്ല, നമ്മൾ മെസ്സേജ് വഴിയാണ് ബുക്കിങ്, ഫർദർ എല്ലാ കാര്യങ്ങളും ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നതാണ്. പിന്നെ ബുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു എന്ന് പറയാം. പ്രത്യേകിച്ചും ഡിസ്കൗണ്ട് സെയിലിന് 5 മിനിറ്റ് കൂടുതൽ ഹോൾഡ് ചെയ്യത്തില്ല. കാരണം പുകാന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. 5 മിനിറ്റ് കൂടുതൽ ഹോൾഡ് ചെയ്തില്ല. നിങ്ങൾ പെട്ടെന്ന് തന്നെ ക്യാഷ് അടച്ച് ബുക്ക് ചെയ്യണം. ക്യാഷ് അടച്ചാൽ മാത്രമേ ബുക്കിംഗ് ആകത്തുള്ളൂ കേട്ടോ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.